യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 71-ാം സങ്കീർത്തനം, അതിൻ്റെ 17-18 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്ന് വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ നീ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ആമേൻ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എന്നെ കൈവിടരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ, എന്നെ തള്ളിക്കളയരുതേ. ഒരു നല്ല പ്രാർത്ഥനയാണ്. എങ്കിൽ പോലും ഇവിടുത്തെ ഈ പ്രാർത്ഥന എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. എന്നെ ഉപേക്ഷിക്കരുത്. എനിക്കൊരു ദൗത്യം ഈ തലമുറയിൽ ചെയ്യാനുണ്ട്. ആമേൻ. അതുകൊണ്ട് എനിക്ക് ആയുസ് വേണം, ആരോഗ്യം വേണം, എനിക്ക് ബലം വേണം. എന്നെ ഉപേക്ഷിക്കരുത്. എന്താണ് ആ ദൗത്യം? ആമേൻ. അടുത്ത തലമുറയോട് നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ഓ, താങ്ക് യു കർത്താവേ, എന്നെ ഉപേക്ഷിക്കാതെ നീ സൂക്ഷിക്കണം. വാർദ്ധക്യം നരയുള്ള കാലത്തെല്ലാം എന്നെ പരിപാലിക്കണം. എന്തിനാണെന്നറിയാം? എനിക്ക് എല്ലാവരോടും നിന്നെക്കുറിച്ച് പറയണം. അപ്പോൾ നമ്മൾ ഈ ആയുസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചോദിക്കുക, എന്തിനാണ് ഈ ആയുസ്? മക്കളെ കാണാൻ, മക്കളുടെ മക്കളെ കാണാൻ, നന്മ കാണാൻ, ഓക്കെ, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഈ തലമുറയോടൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ജീവനുള്ളൊരു ദൈവമുണ്ട്, രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ട്. എനിക്കത് പറയണം. അതിനെനിക്ക് ആയുസ് വേണം. ആമേൻ. തലമുറയോട് പറയണം. ആമേൻ. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എന്തിനാ ദീർഘായുസ്? ഒരു ദൗത്യം ചെയ്യാൻ, ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ. കർത്താവേ, എനിക്ക് ദീർഘായുസ് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഈ വാക്യത്തിന് ഒത്തിരി വരയിട്ടിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. എന്നെ നീ ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. അതിൻ്റെ തൊട്ടുമുകളിലത്തെ വാക്കിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ ഇങ്ങനെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഇന്ന് വരെ ഞാൻ എൻ്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കും. ദൈവം ഉപദേശിക്കുന്നത് കൊണ്ട് ഞാൻ അറിയിക്കും. പഠിപ്പിക്കാൻ ഒരാളില്ലെങ്കിൽ പകർന്നു കൊടുക്കാൻ പറ്റുമോ? ആമേൻ. പഠിക്കാതെ എങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണേ. ദൈവം എപ്പോഴും നിങ്ങളെ പഠിപ്പിക്കാൻ പ്രാർത്ഥിക്കണം. എൻ്റെ ബാല്യം മുതൽ എന്നെ ഉപദേശിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ അർത്ഥം ഇപ്പോഴും എന്നെ ഉപദേശിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി പേരോട് അറിയിക്കുക, ദൈവം പഠിപ്പിക്കാതെ ആർക്കും പങ്കുവെക്കാൻ പറ്റില്ല. ദൈവം നിങ്ങളുടെ ടീച്ചറായി വെളിപ്പെടുകയാണ്. ഒരു വലിയ പ്രോമിസാണത്.
നിന്റെ ഉപദേശകൻ നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. ആമേൻ. ആമേൻ. പഠിപ്പിക്കുന്നവൻ മറഞ്ഞിരിക്കത്തില്ല, വെളിപ്പെട്ട് വരും. ഇന്നത്തെ ദിവസം ഒരു നല്ല വചനമാ ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്നത്. സ്തോത്രം. ദീർഘായുസ് തരികയാണ്. എന്തിനു വേണ്ടിയാണ്? ആമേൻ. തലമുറയോട് നിന്റെ ഭുജത്തെക്കുറിച്ചും വരുവാനുള്ള തലമുറയോട് നിന്റെ വീര്യപ്രവൃത്തി, ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് പറയണം, ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയണം. ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും പറയണമെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒത്തിരി ദൈവപ്രവൃത്തി അനുഭവിപ്പാനും കാണാനും ദൈവം നിങ്ങൾക്ക് കൃപ തരും. ആമേൻ. നിങ്ങളുടെ ലൈഫ് മുഴുവൻ ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരിക്കും, സ്വർഗീയ അനുഭവങ്ങളായിരിക്കും, സ്വർഗീയ അത്ഭുതങ്ങളായിരിക്കും. ഇത്ര നാൾ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലൊന്നും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത്ഭുതങ്ങളുടെ വലിയൊരു പരമ്പര ദൈവം നമ്മുടെ ലൈഫിൽ തരികയാണ്. ഇന്നത്തെ ദിവസം ഇതൊരു പ്രാർത്ഥനയാക്കണം. കർത്താവേ, എനിക്ക് അറിയിക്കണം, മക്കളോട് അറിയിക്കണം, നാട്ടുകാരോട് അറിയിക്കണം, എല്ലാവരോടും അറിയിക്കണം നിന്നെക്കുറിച്ച്. അതിനായിട്ട് എനിക്ക് ആയുസ്സും ആരോഗ്യം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ ഉപദേശിച്ച് നടത്തുന്നതിന് നന്ദി പറയുന്ന പിതാവേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഗുരുവായി ഇന്ന് വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ, അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുവാൻ, അടുത്തൊരു തലമുറയോട് ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ വർണ്ണിപ്പാനൊക്കെ ഞങ്ങളുടെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചു തരണമേ പിതാവേ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ വീര്യപ്രവൃത്തികളെ അനുഭവിക്കുന്ന ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഒരു ദിവസമായി ഇന്ന് പൽക്കാലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതെ, ദീർഘായുസ് നിങ്ങൾക്കുണ്ടാകട്ടെ, ആരോഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവ് നിങ്ങളുടെ ടീച്ചറായി വെളിപ്പെട്ട് നിൽക്കട്ടെ. വലിയ കാര്യങ്ങൾ പഠിക്കട്ടെ, അല്ല അനേകരെ പഠിപ്പിക്കട്ടെ. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ വരുന്നവർക്ക് ഒരു നല്ല വചനം, നല്ല ദൂത്, നല്ലൊരു ഉപദേശം കൊടുക്കാൻ നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് ആലോചന ലഭിച്ചിരിക്കും. യേശു നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. യേശു നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ചെലവഴിക്കുക. ശരണം.